നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുൻപ് നൽകാൻ സർക്കാർ നീക്കം. എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത്. നിലമ്പൂരിൽ 19-ന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് അക്കൗണ്ടുകളിൽ പണം എത്തിക്കാനാണ് ശ്രമം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവരെ കൈക്കൂലി വാങ്ങുന്നവരാക്കി അപമാനിച്ചുവെന്ന് ആരോപിച്ച് ഭരണപക്ഷവും പ്രതിരോധവുമായി പ്രതിപക്ഷവും കൊമ്പുകോർക്കുന്നതിനിടെയാണ് നിലമ്പൂർ വോട്ടെടുപ്പിന് മുൻപ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ധനവകുപ്പ് ഒരുങ്ങുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അതത് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടക്കമില്ലാതെ നൽകുന്നുണ്ട്. മാസത്തെ അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ്. പക്ഷേ ഈ മാസം 3-ാം ആഴ്ചയിൽ തന്നെ, അതായത് നിലമ്പൂരിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുന്ന 19-ന് മുൻപ് ക്ഷേമ പെൻഷൻ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തണമെന്നാണ് സർക്കാർ താൽപര്യം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുൻപ് പെൻഷൻ എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും. കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷനാണ് സർക്കാർ നൽകിയത്. ഇനി 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത്. അവ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും നിലമ്പൂരിലെ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് പെൻഷൻ നൽകിയാൽ കൈക്കൂലി ആരോപണം സാധൂകരിക്കപ്പെട്ടതായി UDF അവകാശപ്പെടുമോ എന്ന് കണ്ടറിയണം. മറ്റൊരറിയിപ്പ്, 2024 ഡിസംബർ 31 വരെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് ചെയ്യണം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്ര പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും. ആധാറില്ലാത്ത 85 വയസ്സ് കഴിഞ്ഞ പെൻഷനർ, 80% ശാരീരിക വൈകല്യമുള്ളവർ, സ്ഥിരമായി രോഗമുള്ളവർ തുടങ്ങിയവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. നിശ്ചിത സമയപരിധിയിൽ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് എല്ലാ മാസവും 1 മുതൽ 20 വരെ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇവർക്ക് മസ്റ്ററിംഗ് നടത്തിയ മാസം മുതലുള്ള പെൻഷനെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരറിയിപ്പ്, KSRTCക്ക് സഹായധനം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. KSRTCക്കായി 93.73 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിനായി 73.73 കോടി രൂപയും മറ്റു ആവശ്യങ്ങൾക്കായി 20 കോടി രൂപയുമാണ് അനുവദിച്ചത്. നിലവിലെ സർക്കാരിന്റെ കാലത്ത് 6401 കോടി രൂപയാണ് KSRTCക്കായി അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ച 900 കോടി രൂപയ്ക്ക് പുറമെ 676 കോടി രൂപ അധികമായി ലഭിച്ചിരുന്നു. ഈ വർഷം ഇതിനോടകം 343 കോടി രൂപ സർക്കാർ സഹായമായി KSRTCക്ക് നൽകിയതായും ധനകാര്യമന്ത്രി വ്യക്തമാക്കി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.